ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാൻ ഇനി 26 ദിവസത്തോളമാണ് ബാക്കിയുള്ളത്. ബിഗ് ബോസ് ജേതാവാകാൻ ലക്ഷ്യമിട്ട് മത്സരാർത്ഥികൾ തന്ത്രങ്ങൾ മാറ്റിയും മറിച്ചും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇന്ന് ബിഗ് ബോസ് നൽകിയ മോർണിംഗ് ടാസ്കിൽ പലരും മനസ്സ് തുറക്കുന്നത് ആണ് കണ്ടത്. ഹൗസിനുള്ളിൽ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക് ആയി നിർദ്ദേശിച്ചത്. ഷാനവാസിനൊപ്പം ജയിലിൽ കിടന്ന നിമിഷങ്ങളാണ് ഹൗസിലെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്നാണ് അനീഷ് പറഞ്ഞത്. കോളേജിൽ പഠിക്കുമ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം ഇരിക്കുമ്പോഴുള്ളത് പോലെയാണ് ഷാനവാസിനൊപ്പം ആ സമയം നിന്നപ്പോൾ തോന്നിയത് എന്ന് അനീഷ് പറഞ്ഞു. ഇതിനിടയിൽ ഷാനവാസ് പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളും പ്രേക്ഷകരും പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു. കാരണം ഷാനവാസ് എന്തിനും ഏതിനും കുറ്റം പറയുന്നത് അക്ബറിനെയാണ് എന്ന വിമർശനവും പരിഹാസവും സമൂഹമാധ്യമങ്ങളിൽ ശക്തമായിരുന്നു. അക്ബറിൻ്റെ സ്ക്രീൻ സ്പേസ് നൽകരുത് എന്നതുൾപ്പെടെയുള്ള ഇവർ പറഞ്ഞ വീഡിയോ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ചിരുന്നു. ഇതിനെന്താ കാരണമെന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ അക്ബർ ഞങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുന്നു എന്നാണ് ഷാനവാസ് മറുപടി നൽകിയത്. എന്നാൽ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷമായി ഷാനവാസ് പറഞ്ഞത് അക്ബറിനൊപ്പമുള്ള ഒരു നിമിഷമാണ്. അക്ബറും ഷാനവാസും തമ്മിലുള്ള കൊമ്പുകോർക്കൽ സീസണിൻ്റെ തുടക്കത്തിൽ പതിവായിരുന്നു. ഇരുവരെയും കൺഫെഷൻ റൂമിലേക്ക് നിരവധി വട്ടം ബിഗ് ബോസിന് വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒടുവിൽ ഇനി നിങ്ങൾ അടിയുണ്ടാക്കിയാൽ ഹൗസിൽ നിന്ന് പുറത്താക്കും എന്ന് ബിഗ് ബോസ് ഇരുവരോടും വ്യക്തമാക്കി. ഇതിനുശേഷം അക്ബർ തന്നെ വിളിച്ചുകൊണ്ടുപോയ സംഭവമാണ് ഷാനവാസ് പറയുന്നത്. ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയായിരുന്ന ഷാനവാസിനെ അക്ബർ വിളിച്ചുകൊണ്ടുപോയി മാറ്റിയിരുന്നു സംസാരിച്ചു. ഇരുവരും മനസ്സ് തുറന്ന് അവിടെ സംസാരിച്ചിരുന്നു. ഷാനവാസ് അസുഖങ്ങളെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചുമെല്ലാം പറഞ്ഞപ്പോൾ അക്ബറും വൈകാരികമായാണ് പ്രതികരിച്ചത്. ഈ സംഭവത്തെക്കുറിച്ച് മോർണിംഗ് ടാസ്കിൽ പറഞ്ഞ ഷാനവാസ് പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: വലിയൊരു മനുഷ്യൻ്റെ മനസ്സിനകത്ത് ചെറിയൊരു മനസ്സുണ്ട് എന്ന് ഞാനവിടെ മനസ്സിലാക്കി. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. വൈകാരികമായാണ് ഷാനവാസ് ഇത് പറഞ്ഞു നിർത്തിയത്.